ഒരു കല്യാണ പരിപാടി കഴിഞ്ഞ് പോരുമ്പോൾ ഒരു 10-20 ആളുകൾ നമ്മൾ നമ്പർ മേടിച്ച് പോയിട്ടുണ്ടാവും. എന്നിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് കോൾ വരും, അവിടെ ഫോട്ടോ ഒന്ന് അയച്ചു തരും. നമ്മൾ 4ാമത്തെ ഗ്രൂപ്പില്ലേ, ആ ഗ്രൂപ്പ് ഒന്ന് അയച്ചു തരുമോ, ഇത് ആരാ എന്താണെന്ന് നമുക്ക് അറിയണ്ടാവില്ല. ഇത് ഒരാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ വിളിയൊക്കെ വരും. ഈ നമ്പർ ഇങ്ങനെ കറങ്ങി 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 എല്ലാവരും നമ്മളെടുത്ത് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യലില്ല, ഞാൻ ഇങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുക്കലില്ല. പിന്നെ ഓരോ പരിപാടിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്കാനറൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് സ്പോട്ടിൽ കൊടുക്കുന്ന പരിപാടി. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് ഒക്കെ ആദ്യം ക്ലിയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഫോട്ടോസ് കൊടുക്കുക. അല്ലാതെ ആരും അഡ്വാൻസ് മാത്രം വാങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യൂല. കാരണം ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ക്ലയന്റിന് എന്ത് വേണ്ട, പേയ്മെന്റ് തരണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളെ മേടിച്ച് പിന്നാലെ പോകേണ്ടി വരും. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ ഒരു കേസിൽ വരുമ്പോൾ ഞാൻ മാക്സിമം അന്ന് തന്നെ പേയ്മെന്റ് ക്ലിയർ ചെയ്തിട്ട് അന്ന് തന്നെ ഫോട്ടോ കൊടുക്കണ ഒരു രീതിയാണ് എനിക്കുള്ളത്. എന്റെ ക്ലയൻസിന് അറിയുണ്ടാവും ഇതിന്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്. ഞാൻ അന്ന് തന്നെ സോഫ്റ്റ് കോപ്പി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പേയ്മെന്റും മേടിച്ച് ക്ലിയർ ചെയ്തിട്ട് ഫുൾ അപ്പം തന്നെ ആ സ്പോട്ടിൽ ക്ലിയർ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോരല്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും എനിക്ക് ഫോട്ടോ ചോദിച്ചതിൻ്റെ ശല്യപ്പെടുത്തില്ല. പോരാത്തിന് എല്ലാവർക്കും ആ ഫോട്ടോ കിട്ടുകയും ചെയ്യും. ഒരുപാട് പേര് കല്യാണത്തിന് എല്ലാവർക്കും പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഫോട്ടോഗ്രാഫേഴ്സിന് ലാസ്റ്റ് പേയ്മെന്റ് കൊടുക്കുക. ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മുടെ നാട്ടിലുണ്ട്.